പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റൻ വരെ എത്താൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്, ക്യാപ്റ്റൻ വരെ ആവണം എന്നുണ്ട്. പക്ഷെ ഇതിനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെയാണ് അതിന്റെ രീതികൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയുന്നില്ല. എനിക്കും ഇതുപോലെ ആയിരുന്നു. എനിക്ക് ഈ ഫീൽഡിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്കും ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഈ മിസ്റ്റേക്ക് ഒന്നും പറ്റണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്തായാലും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതിന് പറയുന്ന ഓരോ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ക്ലിയർ ചെയ്യുക. ഈ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്തതിന് ശേഷം എല്ലാം ചെയ്തതിന് ശേഷം മാത്രം മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ പ്ലീസ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ടും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ കണ്ടന്റിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെർച്ചന്റ് നേവിയിൽ ഷിപ്പിന്റെ ക്യാപ്റ്റൻ വരെ ആവാൻ പറ്റുന്ന ഒരു ജോലിക്ക് കയറാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രീസി കോഴ്സാണ് DNS അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പ്രീസി കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ്, ഏതെങ്കിലും ഒരു സയൻസ് വിഷയമാണ്. ഈ +2 സയൻസ് കഴിഞ്ഞവർക്കായിട്ട് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാനിവിടെ പറഞ്ഞുതരാം. ഇതിനായിട്ടുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ +2 സയൻസ് ഹോൾഡേഴ്സ് ആയിരിക്കണം. അതിൽ നിങ്ങൾക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ ആവറേജ് ടോട്ടൽ എന്ന് പറയുന്നത് 60% എബോവ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് IMU CET എക്സാം ക്ലിയർ ചെയ്യണം. അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന IMU CET എക്സാം എന്ന് പറയുന്ന കോമൺ എൻട്രൻസ് എക്സാം, ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ ഏത് കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും DNS ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, ഏതൊരു കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ IMU CET എക്സാം എന്ന് പറയുന്നത് ഒരു മാൻഡറ്ററി ആയിരിക്കുകയാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഏതൊരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിലും DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു മെർച്ചന്റ് നേവിയുടെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ള കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് IMU CET എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. IMU CETയുടെ എക്സാം ഡേറ്റ് വരുന്നതിന് സമയത്തായിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ സൈറ്റ് ഏതാണ്, എങ്ങനെയാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ ഡേറ്റ് എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ട സമയം വരുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ IMU CET എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പോൺസർഷിപ്പ് എക്സാം എന്തിനാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീസി കോഴ്സ് ചെയ്തതിന് ശേഷം, പ്രീസി കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ജോബിനായിട്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് ആവശ്യം വരില്ല. നിങ്ങൾക്ക് ആ കമ്പനി ജോബിന്റെ ഒരു ഗ്യാരണ്ടിയാണ് നൽകുന്നത്. ഈ സ്പോൺസർഷിപ്പ് എക്സാമിലൂടെ നിങ്ങൾക്ക് ഒരു ജോബ് തരും എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾക്ക് പ്രീസി കോഴ്സ് ചെയ്തതിന് ശേഷം ഓൺ ബോർഡ് ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ DNS കഴിഞ്ഞവരാണെങ്കിൽ 18 മാസം ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. BSc നോട്ടിക്കൽ സയൻസ് ചെയ്തവരാണെങ്കിൽ 12 മാസം ഓൺ ബോർഡ് ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമേ നിങ്ങൾക്ക് ഓഫീസർ ആവാനുള്ള എക്സാം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ട്രെയിനിങ് പീരീഡിനായിട്ടുള്ള ഒരു ഗ്യാരണ്ടി അത് നിങ്ങൾക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിലൂടെ കിട്ടുന്നതായിരിക്കും. സിനർജി, മേഴ്സ്, MSc, ഗ്രേറ്റ് ഈസ്റ്റേൺ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളെല്ലാം വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ഈ സ്പോൺസർഷിപ്പ് എക്സാം എല്ലാം നടത്തുന്നതായിരിക്കും. ഈ എല്ലാ എഞ്ചിൻ കാഡറ്റ്, ടെക് കാഡറ്റ് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സ്പോൺസർഷിപ്പ് എക്സാം ഇവരെല്ലാവരും നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ ആ എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ആ കണ്ടക്ട് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന്റെ ഒരു പാതി ആശ്വാസം നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇപ്പം പ്രീസി കോഴ്സ് ചെയ്തതിന് ശേഷം ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലയേണ്ട ആവശ്യം വരില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് ജോബ് അവര് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരു പാതി മുക്കാലും നിങ്ങൾക്ക് കഴിഞ്ഞു കിട്ടും. സ്പോൺസർഷിപ്പ് എക്സാമിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടതുണ്ടാവും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടാവും. നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് യൂട്യൂബിലും എല്ലാവരുടെയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ സ്പോൺസർഷിപ്പ് എക്സാം ഒക്കെ എങ്ങനെയാണ്
എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണത് അവൈലബിൾ ആവുക, എവിടെയാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിവിടെ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ സൈറ്റ്, ഇപ്പോൾ ഞാൻ മേഴ്സ്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ സിനർജി കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എക്സാമും എല്ലാം എവിടെയാണ് വരിക എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കമ്പനീസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് സ്പോൺസർഷിപ്പ് എക്സാമിന്റെ കാര്യങ്ങൾ. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ IMU CET ക്ലിയർ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ IMU CET ക്ലിയർ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് എവിടെയാണ് അവിടെ നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ബേസിൽ IMU CETയുടെ ബേസിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ലൊരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ DNS അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. DNS നിങ്ങൾക്ക് 1 വർഷത്തെ കോഴ്സാണ്, BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിലേതെങ്കിലും കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് DNS കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, BSc നോട്ടിക്കൽ സയൻസിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതിലേതെങ്കിലും ഒരു പ്രീസി കോഴ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം അടുത്തത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൺ ബോർഡ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ DNS കഴിഞ്ഞവരാണെങ്കിൽ 18 മാസം ഓൺ ബോർഡ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ BS നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ബോർഡ് 12 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ആണോ കിട്ടിയത് ആ കമ്പനിയിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും, ട്രെയിനിങ് ആയിട്ടുള്ള അവസരം കിട്ടുന്നതായിരിക്കും. സോ ഓൺ ബോർഡ് ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ഓഫീസറായിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ഷിപ്പിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്ന ഓരോ റാങ്കിലേക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ മേടിച്ചിട്ട് ഓരോ റാങ്കിലേക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്യാപ്റ്റൻ വരെയുള്ള പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഓൺ ബോർഡ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യുക. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് COC കിട്ടുന്നതായിരിക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓഫീസറായിട്ട് നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് ഒരു 3rd ഓഫീസറായിട്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 2nd ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. സോ 2nd ഓഫീസറിന്റെ പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം 2nd ഓഫീസറായിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ചീഫ് മേറ്റിനായിട്ടുള്ള എക്സാം ചെയ്യേണ്ടതായിട്ടുണ്ടാവും, കോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചീഫ് മേറ്റായിട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സ്പീരിയൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് മാസ്റ്ററായിട്ട്, അതായത് ക്യാപ്റ്റൻ പൊസിഷന് വേണ്ടിയിട്ടുള്ള എക്സാമും കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്യാപ്റ്റനായിട്ട് മാറാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, +2 സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ നിങ്ങൾക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 60% മുകളിൽ ഉണ്ടാവണം. അതിനുശേഷം നിങ്ങൾ IMU CET എക്സാം ക്ലിയർ ചെയ്യണം. IMU CET എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്തിരിക്കണം. നല്ലൊരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രീസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. DNS അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് പ്രീസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രീസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൺ ബോർഡ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഓൺ ബോർഡ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ റാങ്കായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ ക്യാപ്റ്റൻ വരെ എത്തുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ മാക്സിമം കമന്റിൽ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.